പാലക്കാട് ആലത്തൂരിൽ മാല കവർന്ന് വിഴുങ്ങിയ പ്രതിയുടെ ശരീരത്തിൽ നിന്ന് മാല പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും മാല പുറത്തു വന്നിട്ടില്ല. പ്രതിയുമായി ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ, നാ താൻ കേസുകൂടെ എന്ന സിനിമ, കുഞ്ചാക്കോ ബോബന്റെ പ്രശസ്തമായ സിനിമയാണ്. അതിലെ അവസ്ഥയാണ് ആലത്തൂർ പോലീസിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ മാല പ്രതി കഴിഞ്ഞ 2 ദിവസം മുൻപാണ് അവിടെ മേലാർക്കാട് വേല നടന്നത്. മേലാർക്കാട് വേല നടന്നതിന് ശേഷം അതിനാണ് ഒരു കുട്ടിയുടെ മാല പൊട്ടിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നാട്ടുകാർ കണ്ടതോടുകൂടി ഈ മാല വിഴുങ്ങുകയായിരുന്നു. വിഴുങ്ങുന്ന നാട്ടുകാർ കണ്ടു. ഉടൻ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് എക്സ്റേ പരിശോധനയിൽ ഈ മാല വയറ്റിലുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ ആമാശയത്തിൽ നിന്ന് ഈ മാല പുറത്തേക്ക് വരുന്നില്ല. വയറിളക്കാനുള്ള മരുന്ന് കൊടുത്തു നോക്കി, രക്ഷയില്ല. എന്തായാലും പ്രതിയെ ഇപ്പോഴും പോലീസ് ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ മാല തിരിച്ചു കിട്ടുമോ എന്ന ഒരു പരിശോധനയാണ് നടത്തുന്നത്. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത നിയമ നടപടി എന്ത് എന്ന കാര്യം കൂടി നിയമവിദഗ്ധരുമായി ആലത്തൂർ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഒരു സിനിമാ കഥ പോലെ ഉള്ള ഒരു അവസ്ഥയായി ആലത്തൂർ പോലീസിനെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ശ്രീജിത്ത്, സിനിമയുടെ പേര് പറഞ്ഞപ്പോൾ അത് മാറിപ്പോയോ? ആ സിനിമയുടെ പേര് തൊണ്ടിമുതലും ദൃക്സാക്ഷി അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെ, തൊണ്ടിമുതലും ദൃക്സാക്ഷി. നാ താൻ കേസുകൂടെ എന്ന സിനിമയല്ല, തൊണ്ടിമുതലും ദൃക്സാക്ഷി എന്ന സിനിമയാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. നമുക്ക് പേര് മാറിയതിൽ യോജിക്കുന്നു. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.